ഹലോ ഗൈസ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് CSIR-ൽ അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂൽ റിസർച്ചിലേക്ക് പുതിയൊരു വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/6/2026 വരെയാണ്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് 30ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലൂടെ വിളിച്ചിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. അതായത് 19,900 രൂപ തൊട്ട് 63,200 രൂപ വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിരിക്കുന്നത്. 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ടെക്നീഷ്യന്റെ നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പോസ്റ്റ് കോഡിലൂടെ ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യത, അതായത് സയൻസ് സബ്ജക്റ്റിൽ വേണം 10ാം ക്ലാസ് യോഗ്യത. അതുപോലെ തന്നെ 55% മിനിമം മാർക്ക് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്സിൽ ITI സർട്ടിഫിക്കറ്റ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മിനിമം 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ 2 വർഷത്തെങ്കിലും അപ്രന്റീസ് സർട്ടിഫിക്കേഷൻ ഇൻ ഇൻസ്ട്രുമെന്റ് ആൻഡ് മെക്കാനിക്സിൽ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ 3 വർഷത്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഓർഗനൈസേഷനിലുള്ള വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 3 വേക്കൻസിയാണ്. സോ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് സർവേയർ പോസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെയുള്ള ITI സർട്ടിഫിക്കറ്റിന്റെ ട്രേഡിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വാളിഫിക്കേഷനും ഫസ്റ്റ് പോസ്റ്റിന് പറഞ്ഞ പോലെ തന്നെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 3 വേക്കൻസിയാണ്. സോ നെക്സ്റ്റ് പോസ്റ്റ് ഫിറ്റർ പോസ്റ്റിലേക്ക് 5 വേക്കൻസിയും വെൽഡർ പോസ്റ്റിലേക്ക് 2 വേക്കൻസിയും കാർപ്പന്റർ 1 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 7 വേക്കൻസി, വയർമാൻ 1 വേക്കൻസി, RAC 2 വേക്കൻസി, ഡ്രോട്ട്സ്മാൻ 1 വേക്കൻസി, ഓട്ടോമൊബൈൽ 2 വേക്കൻസി, ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കൽ 3 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 30 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. സോ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ജനറൽ, OBC, EWS കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 500 രൂപ ആപ്ലിക്കേഷൻ ഫീസും SC/ST PWD വുമൺ കാൻഡിഡേറ്റ്സിന് യാതൊരു ആപ്ലിക്കേഷൻ ഫീസും ഇവിടെ ചോദിക്കുന്നില്ല. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.